കോട്ടയക്കാട് കിഴക്കേ ആനപ്പാറ മലമ്പുഴ കനാലിൻ്റെ പരിസരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിഷ്ണു ഭഗവാനും ശിവനും മെയിനായിട്ടുള്ള വിഗ്രഹം പുരാതന കാലമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ ഐതിഹ്യം പറയണമെങ്കിൽ നമുക്കത് കാര്യമായിട്ട് അറിയില്ല. കാരണം വർഷങ്ങളായിട്ട് മുമ്പ് തിരുമേനിമാരുടെ കയ്യിലായിരുന്നു ഈ ക്ഷേത്രം എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. എൻ്റെ പേര് ഫൈജു. ഞാൻ ഈ ക്ഷേത്രത്തിൽ ഏകദേശം 10 വർഷമായി ജോലി ചെയ്യുന്നു. ഇവിടുത്തെ മേൽശാന്തിയാണ്. ഇവിടെ പ്രധാനമായും വിഷ്ണു, ശിവൻ, ഗണപതി, മുരുകൻ, നാഗങ്ങൾ എന്നീ പ്രതിഷ്ഠകളാണ് ഉള്ളത്. ഞങ്ങളുടെ പൂർവികന്മാർ, അതായത് ഞങ്ങളുടെ കാരണവന്മാർ ഏറ്റെടുത്ത് അവരൊരു 10-15 കൊല്ലത്തോളം ആ ക്ഷേത്രത്തിനെ പരിപാലിച്ചു കൊണ്ടുവന്ന് അവർക്ക് പ്രായമായ ശേഷം ഞങ്ങളൊരു 8-10 കൊല്ലമായിട്ട് അങ്ങനെ ഞങ്ങളാൽ കഴിയുന്നത് ജനങ്ങളിലുള്ള സഹകരിച്ച് എല്ലാവരും കൂടി ഈ ക്ഷേത്രം മുന്നോട്ട് അങ്ങനെ കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാൽ സഹകരിച്ച് അവരിൽ നിന്ന് കൊണ്ടുവന്ന സംഭാവനയും കാര്യങ്ങളായിട്ടാണ് ഈ ക്ഷേത്രം ഇങ്ങനെ ഈ നിലയിൽ എത്തിയത്. ഈ അമ്പലം ഏറ്റവും പുരാതന പഴയ കാലത്തുണ്ടായിരുന്നതാണ്. എല്ലാം നശിച്ചിട്ട് പോയിട്ട് ഞങ്ങളെ 1996 അതിന് ഇതൊക്കെ വെറും ഒക്കെ ഇടിഞ്ഞു പൊളി കിടന്നുണ്ടായിരുന്നതാണ്. അതിനുശേഷം ഓരോ നവീകരണങ്ങളൊക്കെ ചെയ്ത് ഈ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ പഴയ നമ്പൂതിരിമാർ നടത്തിയിട്ടുണ്ടായിരുന്നതൊക്കെ ഇപ്പോൾ ആരുമില്ല. അവരുടെ ആൾക്കാർ വരുന്നുണ്ട്, അവരവിടുന്ന് നോക്കിയിട്ട് പോക്കാം. മനക്കലക്കാരായിരുന്നു ഈ ക്ഷേത്രം. അവര് കൊണ്ട് നടത്തി ഇതാക്കി കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രമായിരുന്നു. പിന്നെ അവര് ക്ഷേത്രം ഇട്ടിട്ട് പോയ ശേഷം നാട്ടുകാരായ ഞങ്ങളത് എടുത്ത് ഈ നിലയിൽ എത്തിച്ചത്. വളരെയേറെ നാട്ടുകാരുടെ സഹകരണത്തോടു കൂടിയാണ് ഈ ക്ഷേത്രം ഈ നില വരെ എത്തിച്ചേർന്നത്. നമസ്കാരം. ശിവശ്രീ നാരായണസ്വാമി ക്ഷേത്രം ഒരുപാട് 10-200 വർഷത്തിന് മുമ്പ് പഴക്കമുള്ള അമ്പലമാണ്. ഇപ്പോൾ കുറച്ച് കാലമായി ഞങ്ങൾ കുറച്ച് പുതിയ കമ്മിറ്റിക്കാരെ ഒരു 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടു പോവുകയാണ്. അമ്പലം ഡേ ബൈ ഡേ പുരോഗതി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വിഷ്ണുവാണ് ഇവിടുത്തെ മെയിൻ പ്രതിഷ്ഠ. ഉപദേവന്മാരായിട്ട് ശിവൻ, സുബ്രഹ്മണ്യൻ, ഗണപതിയുണ്ട്. ശിവനും ഒരു മുൻ പ്രതിഷ്ഠയായിട്ടുള്ളത്. ഇവിടെ ശിവന് പ്രദോഷ പൂജ, സുബ്രഹ്മണ്യന് പൂജകൾ, ഗണപതിക്കുള്ള പൂജകൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തിയുള്ള ഒരു വിഗ്രഹമാണ്, പഞ്ചലോഹ വിഗ്രഹമാണ്. നന്നായിട്ട് എല്ലാവരും ഈ ദേശക്കാരെല്ലാവർക്കും അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ട് ഈ അമ്പലം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നന്ദി.
അമ്പലത്തിൽ പഴയതൊക്കെ നേർത്തിയുള്ളതൊന്നും അങ്ങനെ ആയിരുന്നില്ല. ഇപ്പം എല്ലാം കൊണ്ടും പുരോഗമിച്ച് വന്നിട്ടുണ്ട്. എല്ലാവരും എല്ലാ സ്പോൺസറും എല്ലാം തന്ന കാരണം ഓരോന്നായിട്ട് നമുക്ക് പുരോഗമിച്ച് വന്നിട്ടുണ്ട്. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദവിഭാഗിനെ വ്യോമവൽ വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയെ നമഃ. എല്ലാവർക്കും നമസ്കാരം.
നമുക്ക് ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിനും അതുവഴി ലോക നന്മയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് പൂർവികർ നമ്മൾക്ക് ക്ഷേത്രങ്ങൾ സംവിധാനം ചെയ്ത് തന്നിട്ടുള്ളത്. സാധാരണ ഒരു ആരാധനാലയം എന്നുള്ളതിൽ കൂടുതൽ വെറും ആരാധനാലയം പൂജിക്കുക വേണ്ടെന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീടുകളിൽ പൂജാമുറികളുണ്ട്. അതിന് പുറമെ നമ്മളൊക്കെ അവനവൻ്റെ ഹൃദയത്തിൽ ഇഷ്ടദൈവങ്ങളെ ആരാധിക്കുന്നവരാണ്. ഒരു ഗ്രാമത്തിലെ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ആ ഗ്രാമത്തിലെ വ്യത്യസ്ത ജീവിത രീതിയിൽ വ്യത്യസ്ത സ്വഭാവങ്ങളിലൊക്കെ ജീവിക്കുന്ന ആളുകളെയൊക്കെ ഒരുമിപ്പിച്ച ഒരു കൂട്ടായ്മ, അതുവഴി ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യം, അതുവഴി ലോകനന്മ ഉദ്ദേശിച്ചിട്ടാണ് ക്ഷേത്രങ്ങൾ നമുക്ക്, ഗ്രാമക്ഷേത്രങ്ങൾ നമുക്ക് പൂർവികരെ സംവിധാനം ചെയ്ത് തന്നിട്ടുള്ളത്. ഒരു ക്ഷേത്രം സുസ്തോത്ര ദേവ യതി സമ്പദേശാലെന്ന് തന്ത്രശാസ്ത്രം പറയും. ദേവൻ സുസ്ഥനാണെങ്കിൽ മാത്രമേ ആ ഗ്രാമത്തിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ. ദുസ്തോത്ര ദേവ വിപരീതി കുര്യാൽ, ദേവൻ വേണ്ടത്ര ആരാധിക്കപ്പെടുന്നില്ല, സുസ്ഥനല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ അതിൻ്റെ വിപരീത ഫലങ്ങൾ ഉണ്ടാവും എന്നാണ് പറയാം. അപ്പോൾ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഇന്നത്തെ ഈ പുരോഗതി, ഈ ദേവൻ്റെ അനുഗ്രഹകല വർദ്ധിക്കുന്നത് കൊണ്ടാണ് ഈ ക്ഷേത്രത്തിൽ ഇന്ന് കാണുന്ന ഈ ഐശ്വര്യം നമുക്ക് ഈ ക്ഷേത്ര ആരാധന കൊണ്ട് നമ്മൾക്ക് ജീവിച്ചിരിക്കുന്ന മനുഷ്യന് ഭൗതിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ലൗകിക ആവശ്യങ്ങൾ ഉണ്ടാവും. അത്തരം ആവശ്യങ്ങൾക്ക് നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ സമീപിച്ചാൽ അത് മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈശ്വരൻ സഹായിക്കും. ഈശ്വരൻ എന്ന് പറയുന്നത് വിശ്വം മുഴുവൻ നിറഞ്ഞിരിക്കുന്ന ഒരു ശക്തിയാണെങ്കിലും അങ്ങനെയുള്ള ഈശ്വരനെ മനുഷ്യനെ ആരാധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഒരു കണ്ണ് കാണാത്ത ആളോട് ആനയെ പറ്റി പറഞ്ഞാൽ അയാൾക്ക് ആനയെ കാണാൻ സാധിക്കില്ല. അതേപോലെ വിശ്വത്തിലുള്ള ഈശ്വരനെ ഒരു ഉപാധിയില്ലാതെ മനുഷ്യനെ ആരാധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഉപാസകാനാം കാര്യാർത്ഥം ബ്രഹ്മണോ രൂപകൽപ്പന, ഉപാസകന്മാർക്ക് വേണ്ടിയിട്ട് ആണ് ഇന്നത്തെ രീതിയിലുള്ള ഈ വിഗ്രഹങ്ങളൊക്കെ ബ്രഹ്മാവ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതെന്ന് പറയണം. ഏതായാലും നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഐശ്വര്യം, അതുവഴി ഒരു സമാധാനം, ഈശ്വര ആരാധന കൊണ്ട് ഹിമാലയത്തിൽ പോയി തപസ് ചെയ്യുന്ന ആളുകൾക്കും മണലാരണ്യത്തിൽ പോയി സമ്പാദിക്കുന്ന ആളുകൾക്കും പൈസ വേണ്ടവരും വേണ്ടാത്തവരും ഉണ്ടാവുമെങ്കിലും സുഖം വേണ്ടാത്ത ഒരു ജീവിയും ഭൂമിയിൽ ഉണ്ടാവില്ല. അപ്പോൾ സച്ചിദാനന്ദ രൂപായ ദക്ഷിണാമൂർത്തി, സച്ചിദാനന്ദ രൂപം എന്ന് പറയുന്നത് സപ്തചിത്ത് ആനന്ദം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ സുഖമാവുന്ന ഈശ്വരനെയാണ് എല്ലാവരും തേടുന്നത്. അത് നമുക്ക് ക്ഷേത്ര ആരാധന കൊണ്ട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കൊണ്ട് ലഭിക്കും. 20 മിനിറ്റ് പ്രാർത്ഥിച്ചാൽ 2 മണിക്കൂർ ഉറങ്ങി ഫലം ഉണ്ടാവുന്ന പറയാം. അത്രയും ഒരു ശാന്തി പ്രാർത്ഥന കൊണ്ട് ലഭിക്കും. അപ്പോൾ എല്ലാവരുടെയും ഒരു ഗ്രാമത്തിൻ്റെ ഐശ്വര്യത്തിനും ലോക നന്മയ്ക്കൊക്കെ വേണ്ടിയിട്ട് നമുക്കും ഈ ക്ഷേത്രത്തിനെ അനുഗ്രഹകല പൂർണ്ണമാക്കി എല്ലാവർക്കും അതിൻ്റെ അനുഗ്രഹം ലഭിക്കത്തക്ക രീതിയിൽ ആരാധിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മന്ദം